കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി പരാജയമെന്ന് വിലയിരുത്തപ്പെട്ട താരമായിരുന്നു അർമാൻഡോ സാദിക്കു സത്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലെ ഓസ്ട്രേലിയൻ ലോബിയുടെ ചീറ്റിംഗിന്റെ ഇരയായിരുന്നു എന്ന് വിശ്വസിക്കുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം അർമാൻഡോ സാദിക്കിന്റെ പ്ലേയിങ് സ്റ്റൈലിന് പറ്റിയ ടീമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. പക്ഷേ അദ്ദേഹത്തിലേക്ക് കൃത്യമായിട്ട് ഫ്രീ ഫ്ലോയിൽ പാസുകൾ എത്തുന്നില്ല എന്നുള്ള ഒരു സത്യം തന്നെയായിരുന്നു. ഈവൻ സെറ്റ് പീസ് സിറ്റുവേഷനിൽ സാദിക്കുവിനെ കിക്ക് എടുക്കുന്നതിന് വരെ ചില ഓസ്ട്രേലിയൻ താരങ്ങൾ അനുവദിച്ചിരുന്നില്ല. അതിന്റെ ഒരു തിക്തഫലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയൊരു സൈനിങ് ആയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് വന്നതിന് ശേഷം സാദിക്കുവിന് നല്ലത് പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ FC ഗോവയിലേക്ക് വന്ന ശേഷം സാദിക്കു നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഈ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കിരീടധാരണത്തിനെ കുറിച്ച് സാദിക്കു ഇന്നലെ പരിഹാസ രൂപേണ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിഹാസ രൂപേണ എന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. പുള്ളി പറഞ്ഞത് ഞങ്ങൾ സീസണിന്റെ തുടക്കത്തിൽ പിഴവുകളൊക്കെ വരുത്തി, പക്ഷേ മോഹൻ ബഗാൻ അങ്ങനെ ഒരു പിഴവ് അവർ ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. അവരൊരു ചാമ്പ്യൻ ടീമാണ്. ഞങ്ങൾക്ക് മോഹൻ ബഗാന്റെ ടീമിന്റെ ഒപ്പം വേഗത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ചിരികൂടി ചിരിച്ചു. അതായത് കഴിഞ്ഞ സീസണിൽ പുള്ളി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ വേഗത്തിനൊപ്പം എത്താൻ കഴിയാതിരുന്നത് ഇവിടെ ഓർത്തിരുന്നതായിരിക്കാം. ഏതായാലും പുള്ളി പറഞ്ഞത് ഞങ്ങൾ സീസണിന്റെ തുടക്കത്തിൽ കുറച്ച് പിഴവുകൾ വരുത്തി, അതുകൊണ്ട് ഞങ്ങൾക്ക് കിരീടത്തിലേക്ക് എത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരിടത്തും ഒരു പിഴവ് വരുത്തിയില്ല. അവർ വളരെ വേഗത്തിൽ ഫാസ്റ്റ് ഫ്ലോയിൽ പോകുന്ന ഒരു ടീമാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ചിരി കൂടി ചിരിച്ചിട്ടുണ്ട്. അപ്പം മോഹൻ ബഗാനെ പുള്ളി പുകഴ്ത്തിയിട്ടുണ്ട്. മോഹൻ ബഗാന്റെ വേഗത്തിനൊപ്പം എത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ എത്താൻ പറ്റാതിരുന്നതാണോ അല്ലെങ്കിൽ ഈ സീസണിൽ അവർ വേഗത്തിൽ പോയതാണോ എന്താണ് പറയുന്നത് അറിയില്ല. ഏതായാലും മോഹൻ ബഗാൻ പിഴവുകളൊന്നും വരുത്താതെ മുന്നോട്ട് പോയി അവളുടെ വേഗത്തിനൊപ്പം നമുക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പുള്ളി.